ഹലോ ഫ്രണ്ട്സ്, ഏവർക്കും മൈ മെൻറ്റർ PSC ആപ്പിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇംഗ്ലീഷിലെ വൊക്കാബുലറി ഏരിയയിൽ നിന്നുള്ള പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് കളക്റ്റീവ് നൗൺ. നമ്മൾ നൗൺ പഠിച്ച സമയത്ത് എന്താണ് കളക്റ്റീവ് നൗൺ എന്ന് വിശദമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. എ ഗ്രൂപ്പ് ഓഫ് ഡാഷ് എന്നതിനെയാണ് നമ്മൾ നൗൺ എന്ന് പറയുന്നത്. ഏതെങ്കിലും ഒരു ജീവിയുടെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റിൻ്റെ ഗ്രൂപ്പിന് നമ്മൾ പറയുന്ന പേര് കളക്റ്റീവ് നൗൺ ആണ്. സോ PSC സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ് എ ഗ്രൂപ്പ് ഓഫ് ഡാഷ് എന്ത് പറയും, അല്ലെങ്കിൽ ഡാഷ് എന്ന കളക്റ്റീവ് നൗൺ എന്തിൻ്റെ ഗ്രൂപ്പിനെയാണ് പറയുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കാറുണ്ട്. അപ്പോൾ കുറച്ച് മിനിറ്റുകൾ കൊണ്ട് ഒരു 50 കളക്റ്റീവ് നൗൺ നമ്മൾ പഠിക്കാൻ പോവുകയാണ്. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചിരിക്കുക. ഓരോ കളക്റ്റീവ് നൗൺ പറയുന്ന സമയത്തും തൊട്ട് താഴെയുള്ള കളക്റ്റീവ് നൗണുമായിട്ടുള്ള ബന്ധം കൂടി നമ്മൾ പറയും. ആ രീതിയിൽ ലിങ്ക് ചെയ്ത് വെച്ചിരുന്നാൽ വളരെ ഈസി ആയിട്ട് ഈ 50 കളക്റ്റീവ് നൗൺ നിങ്ങൾക്ക് പഠിക്കാൻ കഴിയും. സോ ലെറ്റ് us സ്റ്റാർട്ട്. ആദ്യം നമ്മൾ പറയാൻ പോകുന്നത് ആക്ടേഴ്സിനെ കുറിച്ചാണ്. ആക്ടേഴ്സ് നിങ്ങൾക്കറിയാം, സിനിമയിൽ അഭിനയിക്കുന്ന അല്ലെങ്കിൽ നാടകത്തിൽ അഭിനയിക്കുന്ന അഭിനേതാക്കൾക്ക് പറയുന്ന പേരാണ് ആക്ടേഴ്സ്. അപ്പോൾ നടന്മാർക്ക് നമ്മൾ കമ്പനി എന്ന പേരും കാസ്റ്റ് എന്ന പേരും പറയാറുണ്ട്. കമ്പനി, കാസ്റ്റ്, അല്ലേ? സിനിമ കമ്പനി എന്ന് നമ്മൾ പറയും. അതേപോലെ അതിൽ അഭിനയിക്കുന്ന ആളുകളെ കുറിച്ച് കാസ്റ്റ് എന്ന് പറയാറുണ്ട്, അല്ലെ? ഒരു സിനിമ പറയുന്ന സമയത്ത് അതിലെ കാസ്റ്റ് ഏതാന്ന് പറഞ്ഞിട്ട് ആക്ടേഴ്സിൻ്റെ ഗ്രൂപ്പൊക്കെ കൊടുക്കാറുണ്ട്. സോ കാസ്റ്റ് എന്നും കമ്പനി എന്നും പറയും. ഇവിടെ നിങ്ങൾ ഓർക്കുക, കാസ്റ്റ് എന്ന് ഫാൽക്കൺ എന്നതിൻ്റെ ഗ്രൂപ്പിനെയും പറയാറുണ്ട്. ഈഗിളിൻ്റെ മറ്റൊരു വേർഷനാണ് ഫാൽക്കൺ എന്ന് പറയുന്നത്, അല്ലേ? പരുന്തിൻ്റെ തന്നെ മറ്റൊരു കാറ്റഗറിയാണ്. സോ ഫാൽക്കൺ എന്നതിൻ്റെ ഗ്രൂപ്പിനെയും കാസ്റ്റ് എന്ന് പറയും. അപ്പോൾ അവിടെ നിങ്ങൾക്ക് 2 കളക്റ്റീവ് നോൺ കിട്ടി. ഇനി ആക്ടേഴ്സ് എന്ന് പറയുന്നത് അഭിനയിക്കുന്ന ആളുകളാണ്. എന്നാൽ ഇവർക്ക് കോമൺ ആയിട്ടൊരു പേര് പറയും, ആർട്ടിസ്റ്റ്. കലാകാരന്മാർ കോമൺ ആയിട്ട് നമുക്ക് ആർട്ടിസ്റ്റ് എന്ന് പറയാം. ഏത് കല ചെയ്യുന്ന ആളുകളെയും ആർട്ടിസ്റ്റ് എന്ന് പറയാം. ആർട്ടിസ്റ്റുകളുടെ ഗ്രൂപ്പിന് ട്രൂപ്പ് എന്നാണ് പറയുന്നത്. ട്രൂപ്പ്, നമ്മൾ നാടക ട്രൂപ്പ് എന്നൊക്കെ പറയാറില്ലേ? അപ്പോൾ അവർ കലാകാരന്മാരുടെ ഗ്രൂപ്പ് ആയതുകൊണ്ടാണ് അവിടെ നമ്മൾ ട്രൂപ്പ് എന്ന് പ്രയോഗിക്കുന്നത്. അപ്പോൾ ട്രൂപ്പിലെ സ്പെല്ലിംഗ് ശ്രദ്ധിച്ചോ, ROUPE ആണ്. ഈ ട്രൂപ്പിനെ നമ്മൾ സ്പെല്ലിംഗ് മാറ്റി ട്രൂപ്പ് എന്നാക്കി TROOP എന്നായാൽ അവിടെ നമ്മുടെ നൗൺ മാറി. മങ്കീസിൻ്റെ ഗ്രൂപ്പിനാണ് ട്രൂപ്പ് എന്ന് പറയുന്നത്. സോ അത് തിരിഞ്ഞു പോകരുത്. ഓപ്ഷനിൽ 2 ഉണ്ടാവും. എ ഗ്രൂപ്പ് ഓഫ് ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് എക്കകത്ത് ഈ ട്രൂപ്പ് ഉണ്ടാവും, ബിക്കകത്ത് ഈ ട്രൂപ്പ് ഉണ്ടാകും. രണ്ടും മാറിപ്പോകാൻ പാടില്ല. ഇനി ഡയറക്ടേഴ്സ്, അത് സിനിമയിലെ സംവിധായകരാകാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കമ്പനിയുടെ ഡയറക്ടേഴ്സ് ആകാം. അവർക്ക് നമ്മൾ പറയുന്ന പേര് ബോർഡ് എന്നാണ്. ഡയറക്ടോറിയൽ ബോർഡ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. സോ ബോർഡ് പറഞ്ഞപ്പോൾ അതുമായിട്ട് സാദൃശ്യമുള്ള മറ്റൊരു പേരാണ് ബ്രൂഡ്, അല്ലേ? രണ്ടും ബിയിൽ സ്റ്റാർട്ട് ചെയ്യുന്നു, ഡിയിൽ അവസാനിക്കുന്നു, 2ലും O ഉണ്ട്. പക്ഷെ ചെറിയ വ്യത്യാസം, ഒന്ന് ബോർഡാണ്, മറ്റൊന്ന് ബ്രൂഡാണ്. സോ ചിക്കൻസ്, കോഴിക്കുഞ്ഞുങ്ങളുടെ കൂട്ടത്തിനാണ് ബ്രൂഡ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ കോഴിക്കുഞ്ഞുങ്ങൾ പറഞ്ഞപ്പോൾ നമ്മൾ പപ്പീസ് പറയാണ്, പട്ടിക്കുട്ടികൾ. കിറ്റൺ, പൂച്ചക്കുട്ടി, അല്ലേ? പിഗ്ലെറ്റ്, പന്നിയുടെ കുട്ടി. ഇവകൾക്കെല്ലാം ചേർത്ത് നമ്മൾ പറയുന്ന പേര് ലെറ്റർ എന്നാണ്. സോ ചിക്കൻസ് നമ്മൾ പറഞ്ഞു അത് ബ്രൂഡ് ആണെന്ന് പറഞ്ഞു. പക്ഷേ പപ്പീസ്, കിറ്റൻ, പിഗ്ലെറ്റ്സ്, ഇത് 3നും കൂടി നമ്മൾ പറയുന്ന പേര് ലെറ്റർ എന്നാണ്. അത് ചെറുതിലെ വളരെ കുഞ്ഞായിരിക്കും. അപ്പോൾ ലിറ്റിൽ എന്നതിന് ഇതിന് സാമ്യതയുണ്ട്, അല്ലേ? ലിറ്റിൽ എന്നതിന് സാമ്യതയുണ്ട്. ഓക്കെ ആണെന്ന് കരുതുന്നു. സോ ഇനി ബെൽസ് ഉണ്ടല്ലോ, നമ്മുടെ ക്ഷേത്രങ്ങളിലും പള്ളികളിലും കാണുന്ന ബെൽസ്. ഈ ബെൽസ് സാധാരണ ചർച്ചിലേക്ക് വലിയൊരു ബെല്ലായിട്ടാണ് വരുന്നത്. ഈ ക്ഷേത്രങ്ങളിൽ വരുമ്പോൾ ഒറ്റ ചെയിനിൽ തന്നെ 2-3 ബെൽസ് ഉണ്ടാകും. അപ്പോൾ ബെൽസിൻ്റെ കൂട്ടത്തിന് നമ്മൾ പീൽ എന്ന് പറയും. പീൽ, ബെൽസിൻ്റെ കൂട്ടത്തിന് പീൽ എന്ന് പറയും. രണ്ടും രണ്ടും പരസ്പരം നല്ല സാമ്യതയുള്ള ഉച്ചാരണങ്ങളാണ്. അപ്പോൾ ബെൽസ്, പീൽ, ആ രീതിയിൽ അത് ഓർത്തിരിക്കുക. ഇനി വളരെ രസകരമായിട്ടുള്ള മറ്റൊരു കളക്റ്റീവ് നൗണാണ് ഫിഷ്. ഫിഷിന് നമ്മൾ ഉപയോഗിക്കുന്നത് സ്കൂളാണ്, അല്ലേ? സ്കൂൾ, നമ്മൾ പോയിരുന്ന് പഠിക്കുന്ന സ്കൂൾ, അതേ സ്പെല്ലിംഗ് ആണ്, സ്കൂൾ. ഫിഷിൻ്റെ ഗ്രൂപ്പിനാണ് പറയുന്നത്. ഷോൾ എന്ന് പറഞ്ഞ മറ്റൊരു പേരും പറയുന്നുണ്ട്. അപ്പോൾ സ്കൂൾ, ഷോൾ, ഈ 2 ഗ്രൂപ്പ് ഓഫ് ഫിഷ് എന്നതിന് ഉപയോഗിക്കുന്നതാണ്. സോ സ്കൂളിലുള്ളതാണല്ലോ ബെഞ്ച്. അപ്പോൾ ബെഞ്ച് പറയുന്നത് ജഡ്ജേഴ്സിൻ്റെ കൂട്ടത്തിനാണ്. നമ്മൾ ബെഞ്ച് പറയുന്നത്.
അപ്പോൾ ഓർക്കുക, നമ്മൾ ഒന്നക്ക ബെഞ്ച്, രണ്ടക്ക ബെഞ്ച് എന്നൊക്കെ പറയും അല്ലേ. അവിടുത്തെ ഉദ്ദേശം ജഡ്ജേഴ്സിന്റെ ഗ്രൂപ്പ് ആണ് എന്നാണ്. ഓക്കെ ആണെന്ന് കരുതുന്നു. അപ്പോൾ നമ്മൾ ബെഞ്ച് പറഞ്ഞപ്പോൾ സ്പെല്ലിംഗ് നോക്കൂ, BENCH ആണ്. അതേസമയം ഈ മാറി യു ആയാൽ അവിടെ വേറെ പേരുകൾ വരും. നോക്കിക്കോളൂ, ഫ്ലവേഴ്സിന്റെ കൂട്ടത്തിന് നമ്മൾ ബഞ്ച് എന്ന് പറയും. കീസ്, താക്കോലുകളുടെ കൂട്ടത്തിന് ബഞ്ച് എന്ന് പറയും. ബനാനാസ്, പഴങ്ങളുടെ കൂട്ടത്തിന് ബഞ്ച് എന്ന് പറയും. അപ്പൊ ഇത് മൂന്നും ഓർത്തിരിക്കുക. മറ്റൊരു കാര്യം കൂടെ ഓർക്കുക, ഫ്ലവേഴ്സ് എന്നതിൻ്റെ കൂട്ടത്തിന് ബഞ്ച് എന്ന് പറയുന്നതിനൊപ്പം ബൊക്കെ എന്ന് പറയാറുണ്ട്. നമ്മൾ നോർമലി യൂസ് ചെയ്യുന്നതാണല്ലേ, ഫങ്ഷൻസിനെ യൂസ് ചെയ്യുന്ന ബൊക്കെ ഉണ്ടല്ലോ, ഈ ബൊക്കെ എന്ന് പറയുന്നത് ഫ്ലവേഴ്സിന്റെ കൂട്ടത്തിനാണ്. ഇതിന്റെ സ്പെല്ലിംഗ് ശ്രദ്ധിക്കുക, മിസ്പെൽറ്റിൽ നിങ്ങൾക്ക് ചോദിക്കുന്നതാണ്. BOUQUET, ഇതാണ് ബൊക്കെ എന്നതിന്റെ സ്പെല്ലിംഗ്. ഓക്കെ ആണെന്ന് കരുതുന്നു. സോ ബഞ്ച് വരുന്ന മറ്റൊരു നൗണാണ് ഗ്രേപ്സ്. അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും ബഞ്ച് എന്നുള്ളത് ബനാനാസ്, ഗ്രേപ്സ്, കീസിനൊക്കെ പറയാനുള്ള കാരണം നമ്മൾ പഴക്കുല അല്ലെങ്കിൽ മുന്തിരിയുടെ ഒരു കുല അതുപോലെ നമുക്ക് കളക്ട് ചെയ്ത് വെക്കാൻ പറ്റുന്ന കാര്യത്തിനാണ് നമ്മൾ ബഞ്ച് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ ഏത് നോക്കിയാലും നിങ്ങൾക്ക് അങ്ങനെ തന്നെ കാണാൻ കഴിയും. അപ്പോൾ ഗ്രേപ്സ് എന്നതിന് ബഞ്ച് എന്നതിന് പുറമെ ക്ലസ്റ്റർ എന്നൊരു പേരും കൂടി ഉണ്ട്. ക്ലസ്റ്റർ അല്ലെ, നമ്മൾ കോവിഡിൻ്റെ സമയത്ത് ഒരുപാട് കേട്ടിട്ടുള്ള ഒരു പേരാണ്. അപ്പോൾ ഇത് ഒരു സാധനത്തിന്, ഒരു ഒബ്ജക്റ്റിൻ്റെ ഗ്രൂപ്പിനാണ് നമ്മൾ ക്ലസ്റ്റർ എന്ന് പറയുന്നത്. ഗ്രേപ്സിനെ കുറിച്ച് നമ്മൾ ക്ലസ്റ്റർ എന്ന് പറയാറുണ്ട്. അതോടൊപ്പം തന്നെ ക്ലസ്റ്റർ എന്ന് പ്രയോഗിക്കുന്ന മറ്റു ചില നൗൺസ് കൂടിയുണ്ട്. നമുക്ക് അതൊന്ന് നോക്കാം. ഇവിടെ ക്ലസ്റ്റർ എന്ന ഗ്രൂപ്പ് കളക്റ്റീവിനാണ് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു 5 പദങ്ങൾ പറയാണ്. നട്ട്സ് അറിയാം, നമ്മൾ കഴിക്കുന്ന നട്ട്സ്. ദെൻ വേർഡ്സ്, വാക്കുകളുടെ കൂട്ടത്തിന് ക്ലസ്റ്റർ എന്ന് പറയും. ക്യാറ്റ്സ്, പൂച്ചകളുടെ കൂട്ടത്തിന് ക്ലസ്റ്റർ എന്ന് പറയും. ഗ്രാസ് ഹോപ്പേഴ്സ്, പുൽച്ചാടി അല്ലേ, സ്പൈഡേഴ്സ്, ചിലന്തി, ഇവകളുടെ കൂട്ടത്തിനെല്ലാം നമ്മൾ ക്ലസ്റ്റർ എന്ന് പറയാറുണ്ട്. സോ ഇങ്ങനെ ഒരേ പേരിൽ തന്നെ ആവർത്തിച്ച് വരുന്ന മറ്റു നൗണാണ് ഫ്ലോക്ക്. ഈ ഫ്ലോക്ക് എന്ന് പറയുന്ന കളക്റ്റീവ് നൗൺ PSCക്കും UPSCക്കും SSCക്കൊക്കെ വളരെ പ്രിയങ്കരമായിട്ടുള്ളൊരു കളക്റ്റീവ് നൗണാണ്. അപ്പോൾ ഈ ഫ്ലോക്ക് എന്ന പേരിൽ SSCയിലും PSCയിലും ആവർത്തിച്ച് പല രീതിയിൽ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഓർക്കുക, ഇത്രയും നൗണുകളുടെ കൂട്ടത്തിന് നമ്മൾ ഫ്ലോക്ക് എന്ന് പറയും. ആദ്യമായിട്ട് ബേഡ്സിൻ്റെ കൂട്ടത്തിന് പൊതുവെ നമ്മൾ ഫ്ലോക്ക് എന്ന് പറയും. ഏതൊരു പക്ഷി എന്ന് മാത്രം പറയുകയാണെങ്കിൽ, ഇന്ന പേര് പറയാതെ കോമൺ നൗൺ ആയിട്ടുള്ള ബേഡ്സ് ഉപയോഗിക്കുകയാണെങ്കിൽ അതിൻ്റെ കൂട്ടത്തിന് ഫ്ലോക്ക് എന്ന് പറയും. ഫ്ലൈറ്റ് എന്നും പറയും കേട്ടോ. ഫ്ലൈറ്റ് ബേഡ്സിന് മാത്രമുള്ളതാണ്. ഫ്ലോക്ക് എന്നും പറയും, ഫ്ലൈറ്റ് എന്നും പറയും. ഇനി ഷീപ്പ്, ഗോട്ട്, ക്യാമൽ, ഇത് മൂന്നിൻ്റെയും ഗ്രൂപ്പിനും ഫ്ലോക്ക് എന്നാണ് പറയാറ്. അപ്പോൾ ഇവിടെ ക്യാമൽ, ഗോട്ട്, ഷീപ്പ്, ഗോട്ടും ഷീപ്പും ഏകദേശം ഒരേ കാറ്റഗറിയിൽ വരുന്നതാണല്ലോ. അപ്പോൾ രണ്ടിൻ്റെയും ഗ്രൂപ്പിന് നമ്മൾ എന്ത് പറയും? ഫ്ലോക്ക് പറയും. പിന്നെ ക്യാമൽ അല്ലെ, മരുഭൂമിയിലൂടെ പോകുന്ന ക്യാമൽ, അതിനും നമ്മൾ എന്ത് പറയാറുണ്ട്? ഫ്ലോക്ക് എന്ന് പറയാറുണ്ട്. അപ്പോൾ അവിടെ നിങ്ങൾ നോക്കുക, ടൂറിസ്റ്റ് പണ്ട് കാലങ്ങളിൽ യാത്ര ചെയ്തിരുന്നത് ഒട്ടകപ്പുറത്തും മറ്റുമായിരുന്നല്ലോ. സോ ഒട്ടകങ്ങളുടെ കൂട്ടത്തിന് ഫ്ലോക്ക് എന്ന് പറയുന്നത് പോലെ തന്നെ സഞ്ചാരികളുടെ കൂട്ടത്തിനും ഫ്ലോക്ക് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം മൃഗങ്ങളുടെ കാര്യമാണ് പറഞ്ഞത്. ഇവിടെ വരുമ്പോൾ 2 പക്ഷികൾ, പിജിയോൺ, ബസ്റ്റാർഡ്സ്, ഇത് രണ്ടും 2 പക്ഷികളാണ്. പിജിയോൺ നിങ്ങൾക്കറിയാം, ബസ്റ്റാർഡ്സ് എന്ന് പറയുന്നത് ഇച്ചിരി വലിപ്പമുള്ള ഒരു പക്ഷിയാണ്. അമേരിക്കയിലാണ് ഏറ്റവും കൂടുതൽ കാണുന്നത്. ഗൂഗിൾ ചെയ്താൽ നിങ്ങൾക്ക് അതിൻ്റെ ഇമേജ് കാണാൻ കഴിയും. ഇവകൾ രണ്ടിൻ്റെയും ഗ്രൂപ്പിനോ ഫ്ലോക്ക് എന്ന് പറയുന്നുണ്ട്. സോ ബേഡ്സ് മൊത്തത്തിൽ പറഞ്ഞാലും ഫ്ലോക്ക് പറയും. പിജിയോൺ, ബസ്റ്റാർഡ് എന്ന് പറഞ്ഞ് ആ പക്ഷികളുടെ പേര് പ്രത്യേകിച്ച് എടുത്ത് പറഞ്ഞാലും അവിടെ ഫ്ലോക്ക് പറയും. പിന്നീട് ആനിമൽസിലാണ് വരുന്നത്. ഷീപ്പ്, ഗോട്ട്, രണ്ടും ഏകദേശം സമാനമായിട്ടുള്ള പേരുകളാണ്. പിന്നെ ക്യാമൽ, ടൂറിസ്റ്റ്, ഇത്രയും നൗണുകൾക്ക് നമ്മൾ എന്ത് ഉപയോഗിക്കാറുണ്ട്? ഫ്ലോക്ക് എന്ന് പറയുന്ന കളക്റ്റീവ് നൗൺ ഉപയോഗിക്കാറുണ്ട്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഉറപ്പായിട്ടും നിങ്ങൾ പഠിച്ചേ മതിയാകൂ. സോ ബാക്കിയുള്ളതിലേക്ക് നമുക്ക് പോകാം. ഇനി വ്യത്യസ്തമായിട്ടുള്ള കുറച്ച് കളക്റ്റീവ് നൗൺസ് നമ്മൾ നോക്കുകയാണ്. ഹെയേഴ്സ് എന്ന് പറയുന്നത് മുയലുകളുടെ കൂട്ടമാണ്. അപ്പുറത്തേക്ക് ഇങ്ങോട്ട് കടന്നു വന്നതാണ് കേട്ടോ. ഹെയേഴ്സ് എന്ന് പറയുന്നത് മുയലുകൾ, കുറച്ച് വലിപ്പമുള്ള കാട്ടുമുയൽ എന്നൊക്കെ പറയും. മുയലുകളുടെ കൂട്ടത്തിന് നമ്മൾ ഡൗൺ എന്ന് പറയും. മുയലുകളുടെ കൂട്ടത്തിൽ ഡൗൺ. ഇനി ലയൺസ്, സിംഹത്തിൻ്റെ കൂട്ടം. ഇത് ചെറിയ ക്ലാസ് മുതലേ നമ്മൾ പഠിക്കുന്നതാണ്. ലയൺസ്, പ്രൈഡ്, സിംഹം നടക്കുമ്പോൾ തന്നെ ഒരു
ഒരു വളരെ അഭിമാനത്തോട് കൂടിയല്ലേ നടക്കുന്നത്. അപ്പോൾ ലയൺസിൻ്റെ ഗ്രൂപ്പിന് പ്രൈഡ് എന്ന് പറയും. ഔൾസ് മൂങ്ങകളുടെ കൂട്ടത്തിന് പാർലമെന്റ് എന്ന് പറയും. ഇത് രണ്ടും ചെറിയ ക്ലാസ്സിലെ പഠിക്കുന്ന കാര്യമാണ്, പ്രത്യേകം നോട്ട് ചെയ്യുക. ഇനി മ്യൂസിഷ്യൻസ്, പാട്ടുകാരുടെ കൂട്ടത്തിന് ബാൻഡ്. നമ്മൾ അങ്ങനെ തന്നെയാണ് പ്രയോഗിക്കാറ് അല്ലേ. ഓരോ മ്യൂസിക് ബാൻഡ് എന്ന രീതിയിൽ തന്നെയാണ് നമ്മൾ പ്രയോഗിക്കാറ്. ഇതേ ബാൻഡ് തന്നെ നമ്മൾ എവിടെയും ഉപയോഗിക്കും. ഗൊറില്ലാസുകളുടെ കൂട്ടത്തിന് നമ്മൾ ബാൻഡ് എന്ന് പറയാറുണ്ട്. അപ്പോൾ ബാൻഡ് പറഞ്ഞപ്പോൾ, മ്യൂസിക്കിനെ കുറിച്ച് പറഞ്ഞപ്പോൾ, ഗെയിംസിനെ കുറിച്ച് കൂടി പറയണ്ടേ. അപ്പോൾ പ്ലെയേഴ്സ്, ഏതൊരു ഗെയിമിലും അതിൽ കളിക്കുന്ന ആളുകൾ, പ്ലെയേഴ്സിനെ കുറിച്ച് ടീം അല്ലെ, ക്രിക്കറ്റ് ടീം, ഫുട്ബോൾ ടീം എന്നും നമ്മൾ പറയും. പ്ലെയേഴ്സ് എന്നതുപോലെ തന്നെ ഓക്സൺ, കാളകളുടെ കൂട്ടം, അതിനെയും ടീം എന്ന് തന്നെയാണ് പറയുന്നത്. സോ പ്ലെയേഴ്സ് പറഞ്ഞപ്പോൾ നമ്മൾ അടുത്ത സെയിലേഴ്സ് പറയാണ്, നാവികരുടെ കൂട്ടത്തിന് ക്രൂ എന്നാ പറയുന്നത്. ഇത് നിങ്ങൾക്കറിയും അല്ലേ. നമ്മൾ എയർ ഹോസ്റ്റേഴ്സിൻ്റെ ഒക്കെ കൂട്ടത്തിനും സെയിം പദമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. സെയിലേഴ്സ് ഷിപ്സിലല്ലേ ഉള്ളത്, കപ്പലിലല്ലേ ഉള്ളത്. കപ്പലുകളുടെ കൂട്ടത്തിന് നമ്മൾ ഫ്ലീറ്റ് എന്ന് പറയും. കപ്പലുകളുടെ കൂട്ടത്തിന് ഫ്ലീറ്റ് എന്ന് പറയും. സോ സെയിലേഴ്സ് പറയുമ്പോൾ സോൾജേഴ്സ് കൂടി പറയുന്നു. നമുക്ക് സുപരിചിതമായിട്ടുള്ള ഒരു വാക്കാണ് ആർമി. സോൾജേഴ്സിൻ്റെ ഗ്രൂപ്പിന് ആർമി എന്ന് പറയും. ദെൻ സ്റ്റേയേഴ്സ് എന്ന് പറയുമ്പോൾ കോണിപ്പടികൾ, അതിൻ്റെ കൂട്ടത്തിന് ഫ്ലൈറ്റ് എന്ന് പറയും. എല്ലാം എസ്സിൽ തുടങ്ങിയത് കൊണ്ടാണ് അടുത്തടുത്ത് കൊടുത്തിരിക്കുന്നത്. ബേർഡ്സിൻ്റെ കൂട്ടത്തിന് നമ്മൾ എന്ത് പറയും? ഫ്ലൈറ്റ് പറയും എന്ന് കഴിഞ്ഞ സ്ലൈഡിൽ പറഞ്ഞിട്ടുണ്ട്. സോ ഈ രീതിയിൽ ഇത്രയും പദങ്ങൾ ഓർത്തിരിക്കുക. നമുക്ക് അടുത്തതിലേക്ക് പോകാം. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ട്രീസ് ആയിട്ട് ബന്ധപ്പെട്ടതാണ്. ട്രീസ് എന്ന പദത്തിൻ്റെ കളക്റ്റീവ് നൗൺ ആയിട്ട് വരുന്നത് ക്ലംപ് ആണ്. ഇതിന് മരത്തിൽ കയറുക എന്നതിന് ക്ലൈംബ് എന്നല്ലേ പറയുന്നത്. അതുമായിട്ടൊരു സാദൃശ്യം തോന്നുന്നില്ലേ? ട്രീസ് ക്ലൈംബ് അല്ലെ, മരത്തിൽ കയറുക എന്ന് പറയുന്നത് പോലെ തന്നെയാണ് നമ്മൾ പർവ്വതത്തിൽ കയറുക. അപ്പോൾ അടുത്ത മൗണ്ടെയിൻസ് പഠിക്കാൻ പോവുകയാണ്. മൗണ്ടെയിൻസിൻ്റെ ഗ്രൂപ്പിന് നമ്മൾ ചെയിൻസ് എന്നാണ് പറയുന്നത്. നമ്മൾ മാല എന്ന് പറയുന്നത് പോലെ ചെയിൻസ് എന്നാണ് പറയുന്നത്. നമ്മളൊരു പർവ്വതത്തിൻ്റെ ഷേപ്പ് നേരെ തിരിച്ചിട്ടാൽ അതൊരു ഒരു ചെയിൻ പോലെ തോന്നുന്നില്ലേ? ദെൻ ഫയലുകളുടെ കൂട്ടത്തിന് നമ്മൾ ഹീപ്പ് എന്ന് പറയും. നിങ്ങൾ ഇനി LD ഒക്കെ ആയി കഴിഞ്ഞ് ഓഫീസിൽ പോകുമ്പോൾ നിങ്ങളുടെ മുന്നിലുള്ളത് ഒരു ഹീപ്പ് ആയിരിക്കും അല്ലെ, ഫയലുകളുടെ കൂട്ടമായിരിക്കും. സോ ഫയൽ പറയുമ്പോൾ അടുത്ത പുസ്തകം പറയുന്നു ബുക്സ്. പുസ്തകങ്ങളുടെ കൂട്ടത്തിന് ഫയൽസ് എന്നാണ് പറയുന്നത്. അപ്പം ഇതിന് ഫയൽസുമായിട്ട് സാദൃശ്യമുണ്ട് അല്ലേ, അത് തിരിഞ്ഞു പോകരുത്. ഫയൽസ് എന്ന് പറയുന്നത് ഹീപ്പാണ്, ബുക്സിൻ്റെ കളക്റ്റീവ് നൗൺ ആണ് ഫയൽസ്. ഒരു ലെറ്ററിൻ്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ, പക്ഷേ പുസ്തകങ്ങളുടെ കൂട്ടത്തിനാണ് ഫയൽസ് എന്ന് പറയുന്നത്. ദെൻ ആരോസ്, അസ്ത്രം അല്ലേ, അമ്പ് എന്നൊക്കെ പറയും. ഇതിൻ്റെ കൂട്ടത്തിന് ക്യൂവോ എന്നാണ് പറയുന്നത്. ഇത് ചില ബ്രാൻഡുകളുടെ കവറിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. അസ്ത്രങ്ങളുടെ കൂട്ടത്തിന് ക്യൂവോ എന്ന് പറയും. ദെൻ സ്നേക്സ്, പാമ്പുകളുടെ കൂട്ടത്തിന് ഡെൻ എന്നും ബെഡ് എന്നും പറയാറുണ്ട്. ബെഡ് എന്നും പറയാറുണ്ട് അല്ലെ. സ്നേക്കിൻ്റെ പുറത്ത് കിടക്കുന്ന ഒരു ദേവനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാം അല്ലെ, വിഷ്ണു. അപ്പോൾ വിഷ്ണു എന്ന് പറയുന്ന ദേവൻ സ്നേക്സിനെ ഒരു ബെഡായിട്ടാണ് ഉപയോഗിക്കുന്നത്. സോ സ്നേക്സിന് ബെഡ് എന്നും ഡെൻ എന്നും പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഗോഡിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ദേവദാസന്മാരുടെ കാര്യം കൂടി പറയണ്ടേ. വർക്ക്ഷിപ്പേഴ്സിൻ്റെ കൂട്ടത്തിനെ നമ്മൾ കോൺഗ്രിഗേഷൻ. ഇത് പല പോസ്റ്റേഴ്സിൽ നിങ്ങൾ കാണും. പ്രാർത്ഥനാ സമ്മേളനം, പ്രാർത്ഥനാ സംഗമം എന്ന രീതിയിൽ നമ്മൾ ഉപയോഗിക്കുന്നത് കോൺഗ്രിഗേഷൻ. അപ്പോൾ അവിടെ വർക്ക്ഷിപ്പേഴ്സിൻ്റെ ഗ്രൂപ്പാണ് എന്നാണ് അതിൻ്റെ അർത്ഥം. ദെൻ സ്വാങ്സ്, അരയന്നത്തിൻ്റെ കൂട്ടത്തിനെ നമ്മൾ ബാങ്ക് എന്നും ബെവി എന്നും പറയും. അപ്പോൾ അരയന്നം പൊതുവെ ഒരു സമ്പത്തിൻ്റെ പ്രതീകമായിട്ടൊക്കെ കണക്കാക്കപ്പെടുന്നുണ്ട്. സോ ബാങ്ക് അല്ലെ, സമ്പത്തെല്ലാം ബാങ്കിലല്ലേ ഉള്ളത്. അതേപോലെ ബെവി എന്നും പറയും. സോ ബെവി, അരയന്നത്തെ കാണാൻ നല്ല ഭംഗിയല്ലേ. അപ്പം അതേ ബെവി തന്നെ നമ്മൾ എവിടെ ഉപയോഗിക്കും? സൗന്ദര്യമുള്ളതിൻ്റെ കൂട്ടത്തിന്, സൗന്ദര്യമുള്ള വസ്തുക്കളുടെ കൂട്ടത്തിന് ബെവി എന്ന് ഉപയോഗിക്കും. ദെൻ എക്സ്, മുട്ട എന്നതിൻ്റെ ഗ്രൂപ്പിന് ക്ലച്ച് എന്നാണ് യൂസ് ചെയ്യാറ്. ദെൻ പെൻഗ്വിൻ ആൻഡ് റാബിറ്റ്, രണ്ടിൻ്റെയും കൂട്ടത്തിന് കോളനി. രണ്ടും ചേർത്തങ്ങ് പഠിച്ചോ. പെൻഗ്വിൻ ആയാലും റാബിറ്റ് ആയാലും അതിൻ്റെ ഗ്രൂപ്പിന് നമ്മൾ പറയുന്നത് കോളനി എന്നാണ്. ദെൻ ഹെയർ, തലമുടിയോ ഏത് മുടിയാണ് എങ്കിലും ഹെയർ എന്നതിൻ്റെ ഗ്രൂപ്പിന് ടഫ്റ്റ് എന്നാണ് പറയാറ്.
ഇത് ചോദിച്ചിട്ടുള്ളതാണ്. ഇതൊക്കെ ചോദിക്കുമോ എന്ന് ചിന്തിക്കരുത്, ഇതിൽ പലതും ചോദിച്ചിട്ടുള്ളതാണ്. ദെൻ സ്റ്റാർസ്, നക്ഷത്രങ്ങളുടെ കൂട്ടം. ഇത് നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടാകും, സയൻസിലൊക്കെ പഠിച്ചിട്ടുണ്ടാകും. കോൺസ്റ്റലേഷൻ അല്ലെ, പലതരത്തിലുള്ള കോൺസ്റ്റലേഷൻ ഉണ്ട്, പല രൂപത്തിലുള്ളതുണ്ട് എന്നൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും. ദെൻ റെയിൻസ് എന്ന് പറയുന്നത് ഈ അവശിഷ്ടങ്ങളുണ്ടല്ലോ, തകർന്ന കെട്ടിടങ്ങളുടെ അവശിഷ്ടം, അതിൻ്റെ ഗ്രൂപ്പിന് നമ്മൾ മാസ് എന്നാ പറയാറ്. മാസ് അല്ലേ, കാര്യങ്ങളെല്ലാം തകർത്തെറിഞ്ഞ് വരുന്ന ആളെക്കുറിച്ചല്ലേ നമ്മൾ മാസ് എന്ന് പറയുന്നത്. അപ്പോൾ തകർന്ന് പൊളിഞ്ഞു കിടക്കുന്ന കെട്ടിടങ്ങളുടെ അവശിഷ്ടം, പൊളിഞ്ഞു കിടക്കുന്ന ഏതൊരു വസ്തുവിൻ്റെയും കൂട്ടത്തിന് നമ്മൾ എന്ത് പറയും? മാസ് എന്ന് പറയും. അവസാനമായിട്ട് ഷൂസ്, നമ്മൾ യൂസ് ചെയ്യുന്ന ഷൂസ്, അതിനെക്കുറിച്ച് നമ്മൾ പറയും എ പെയർ ഓഫ് ഷൂസ് എന്ന് തന്നെ പറയാറുണ്ട്. അപ്പോൾ ഷൂസ് എന്നതിൻ്റെ കൂട്ടത്തിനാ പെയർ എന്നാ പറയുന്നത്. സോ നമ്മൾ 50 കളക്റ്റീവ് നോൺ ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഈ കാര്യം ഞാൻ ഈ പറഞ്ഞതുപോലെ പരസ്പരം ബന്ധപ്പെടുത്തി പഠിക്കുകയാണ് എങ്കിൽ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ നിങ്ങൾക്കിത് മനസ്സിൽ ഉറപ്പിക്കാൻ കഴിയും. അപ്പോൾ നന്നായിട്ട് ഇത് ഉറപ്പിച്ചു വെക്കുക, നന്നായി പഠിക്കുക, എത്രയും പെട്ടെന്ന് നിങ്ങളുടെ സ്വപ്ന ജോലിയിലേക്ക് പ്രവേശിക്കുക എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ദാറ്റ്സ് ഓൾ.